ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 27ാമത്തെ ദിവസമാണ്. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇന്നിടാമെന്ന് വിചാരിച്ചു. കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ തന്നെ. പിന്നെ മിനിയാന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചെറിയ മോൻ്റെ ആര്യൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. 8 വയസ്സ് തികയാണ് അവന്. അപ്പോൾ അവന് എണീച്ചപ്പോൾ തന്നെ ഇന്നൊരു സാറ്റർഡേ ആണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾക്ക് സ്കൂളൊന്നുമില്ല. അപ്പോൾ എണീച്ചതൊക്കെ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ്. അപ്പോൾ ഇന്നലെ ഹെയർ കട്ട് ചെയ്യാൻ പോയതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് മുടിയൊക്കെ വെട്ടി അവൻ സുന്ദരക്കുട്ടപ്പനായിട്ടാണ് രാവിലെ തന്നെ എണീച്ച് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ എണീച്ച് വന്നപ്പോൾ തന്നെ അവന് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ വീട്ടിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി കൊടുത്തതാണ് കേട്ടോ. അവൻ 2 ബോക്സ് മിഠായി. 2 ബോക്സ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിവിടെ ഒരാൾക്ക് വാങ്ങുകയാണെങ്കിൽ മറ്റേ ആൾക്കും കൂടി വാങ്ങുന്നത് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ചേച്ചി 2 ബോക്സ് മിഠായി ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിയതിന് ശേഷമാണ് അവന് അങ്ങനെ സെറ്റായി വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 2 എഗ്ഗാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനും വേണം എഗ്ഗ് എന്ന് പറഞ്ഞിട്ട് എന്നും ഞാൻ ഇപ്പോൾ മക്കൾക്ക് എഗ്ഗ് നിർബന്ധമായിട്ട് കഴിപ്പിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളും ഇരുന്നിട്ട് എഗ്ഗൊക്കെ കഴിക്കുന്നുണ്ട്. ഇന്ന് പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ എല്ലാവർക്കും. അപ്പോൾ അവർ എന്താ പറയുക, അതും അതിൻ്റെ സൈഡിൽ കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്തത്. ഞാനങ്ങനെ സ്കൂളില്ലാത്ത ദിവസം രാവിലെ അങ്ങനെ വാരി കൊടുക്കാറൊന്നുമില്ല. പിന്നെ ഇന്ന് ഇവൻ്റെ ബർത്ത്ഡേ ഒക്കെ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറുതായിട്ട് കീറ്റോ ചെയ്താലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ സിസ്റ്റർ ഓൾറെഡി കീറ്റോ ചെയ്യുന്നുണ്ട്, അവൾ വീഡിയോ ഇടുന്നുണ്ടല്ലോ. ഞാൻ ചിലരൊക്കെ കാണുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ അവരൊക്കെ ഇന്ന് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഈവനിങ് ചെറിയ ഒരു പാർട്ടി പോലെ, ബർത്ത്ഡേ പാർട്ടി പോലെ സംഘടിപ്പിക്കുന്നുണ്ട്. ഒന്നുമില്ല, സുജീൻ്റെ ഫ്രണ്ട്സും മക്കളെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി വന്നിട്ട് അങ്ങനെ ഒരു ചെറിയൊരു പരിപാടി വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബലൂണൊക്കെ വെച്ച് ഇങ്ങനെ അവൻ്റെ ഒരു സന്തോഷത്തിന് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. വലിയ അലങ്കാരങ്ങളോ ഡെക്കറേഷനോ ഒന്നുമില്ല കേട്ടോ. എൻ്റെ വക കുറച്ച് ബലൂൺസ് ഇങ്ങനെ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കും, അതൊക്കെ തന്നെ. അങ്ങനെ ബലൂൺ വീർപ്പിക്കുന്ന ഒരു ഇതിലാണ്. പിന്നെ പുറത്താണ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യണത്. അതുകൊണ്ട് ടോട്ടോൻ്റെ കൂടൊന്നും അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് അവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാൻ കേട്ടോ. സുജിയും ചന്തുമൊക്കെ കൂടിയിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ എനിക്കവിടെ ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ടോട്ടോൻ്റെ കൂടെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു, കാർ പോർച്ചിൻ്റെ അങ്ങോട്ടേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ കുറേ ബലൂൺസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വീർപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഞാൻ മക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ അത് വീർപ്പിച്ച് തന്നാൽ മതി, ഞാൻ കെട്ടിക്കോളാന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഭയങ്കര വാശി കേട്ടോ. ഞങ്ങൾക്ക് കെട്ടണം, ഞങ്ങളും പഠിക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് മമ്മ എങ്ങനെ കെട്ടണമെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെക്കൊണ്ട് കുറേ അവരെ പഠിപ്പിക്കാൻ നോക്കി. അവർക്ക് പഠിപ്പിക്കാൻ നോക്കിയതിൽ എങ്ങനെ കെട്ടേണ്ടതെന്ന് ഞാൻ തന്നെ മറന്നു പോകട്ടോ. അവസാനം ഞാൻ പപ്പനോട് പോയി ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് വിട്ടതാണ് കേട്ടോ. അങ്ങനെ സുജി കുറേ മെനക്കെടുന്നുണ്ട് കേട്ടോ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാണിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞ് വരുമെങ്കിലും പിന്നെ അവർക്ക് ഒറ്റയ്ക്ക് കെട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ നല്ല എളിഞ്ഞിട്ട് നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, അവൻ വീർപ്പിക്കുന്നുണ്ട്, അവൻ കെട്ടാൻ നോക്കുമ്പോൾ അതൊക്കെ ആദ്യത്തെ കാറ്റൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയണത്, ഒന്ന് വീർപ്പിച്ച് താടോ, ഞാൻ കെട്ടിക്കോളാം, എന്നാൽ എനിക്ക് അത്രയും പണി കുറഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവൻ കേൾക്കുന്നില്ല. മൂത്ത ആളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പ്രശ്നം. അപ്പോൾ അവൻ തന്നെ കെട്ടണം എന്ന് വാശി. അവസാനം അവനൊന്നും എനിക്ക് വീർപ്പിച്ച് തന്നില്ല എന്ന് വേണം പറയാൻ കേട്ടോ. അങ്ങനെ ഏകദേശമൊക്കെ അങ്ങനെ അതാക്കി ബലൂണൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞ് അതൊക്കെ ഒരു റൂമിൽ കൊണ്ടുപോയിട്ടു. പുറത്തായാൽ വെയിൽ കൊണ്ട് പൊട്ടിപ്പോവില്ലേ, അതുകൊണ്ട് റൂമിൽ കൊണ്ടുപോയിട്ടു. വൈകുന്നേരം അതൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും എൻ്റെ താത്തയും മോളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താത്തയും മോളും മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ചെറിയ മോളും ഹസ്ബൻഡും ഈവനിങ്, ചെറിയ മോൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ കുറേ ലീവ് ആക്കിയോണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് ഒഴിവാക്കാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവളെ കൂട്ടാണ്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ മക്കളാണെങ്കിൽ അവളെ കേട്ടോ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും അവരൊക്കെ വന്നു. ചെറിയ മോളും ഹസ്ബൻഡും ഈവനിങ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ
ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവൾ കീറ്റോയിലായതുകൊണ്ട് ചായ കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സംഭാരം ഉണ്ടാക്കി കൊടുക്കാമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞ് അവൾക്കും സംഭാരം കൊടുത്തു. പിന്നെ ഞാനും കീറ്റോ തുടങ്ങിയാലോ എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞാനും സംഭാരമൊക്കെ ഇങ്ങനെ കുടിച്ചു കേട്ടോ. അപ്പോഴാണ് റെയിന് വന്നിട്ട് ബൂസ്റ്റ് പൊടിയൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും അപ്പോൾ എല്ലാവരും ഇരുന്ന് ബൂസ്റ്റ് പൊടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും കൊതി വന്നു എന്ന് വേണം പറയാൻ. ഏതായാലും അതൊന്നും കഴിക്കാണ്ട് ഞങ്ങൾ പിടിച്ചു നിന്നു. രാത്രി എന്തായാലും ഒക്കെ കണക്ക് തന്നെയായിരിക്കും, കാരണം അത്യാവശ്യം മെനു വിചാരിക്കുന്നുണ്ട് ഫുഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി എന്തായാലും ഇപ്പോഴേ പൊട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങളിതാ ഉച്ച ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പുട്ടും ചോറും ഒക്കെ എല്ലാം ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അവൾക്ക് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, കൂണുണ്ടല്ലോ, മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും പിന്നെ എല്ലാവർക്കും ബീഫ് പൊരിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടുമാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ചിട്ട് ഞങ്ങൾ വേഗം പണിയിലേക്ക് കടന്നു. എൻ്റെ താത്ത നേരത്തെ വരാൻ തന്നെ കാരണം ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ഞാൻ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ട് ഒരു മടുപ്പായിരുന്നു കേട്ടോ. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കാനും അഭിപ്രായം പറയാനും നമ്മൾ അതേ ഒരു വൈബിലുള്ള ഒരാളുണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നൂലേ. അതുകൊണ്ട് ഞാൻ അവളോട് നേരത്തെ വരാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ വന്നിട്ട് എന്താ പറയുക, ബലൂണൊക്കെ വീർപ്പിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആവും വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് നേരത്തെ ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൾ വന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇത് വെക്കാനേ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ അവിടെ വെച്ച ആ ബ്ലാക്ക് തുണി ഉണ്ടല്ലോ, ഞാൻ അവളോട് റെഡിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവൊന്ന് ചെറുതായിട്ട് മാറിപ്പോയി. ഞാൻ എന്താ പറയുക, ആ ഒരു ജനൽ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലാണ് ആ ബ്ലാക്ക് തുണി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു കൊടുത്ത അളവിലല്ലേ അവൾ കൊണ്ടുവരിക. ഏതായാലും അത് കൊളായി കിട്ടിയിട്ടോ. പക്ഷേ ഒന്നുമില്ല, ഇതൊക്കെ മതിയല്ലോ, ഇപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും അല്ലല്ലോ എന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് മക്കളോട് ഞാൻ ചോദിച്ചപ്പോൾ എന്താണ് നറോട്ടോ തീമിലുള്ള എന്താ പറയുക ഡെക്കറേഷനാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക്, ഓറഞ്ച്, യെല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ ഈ നറോട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്താണ് ഈ നറോട്ടോ എന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ആമസോണിൽ സെർച്ച് ചെയ്ത് നറോട്ടോത്തെയും ഡെക്കറേഷൻ എന്നൊക്കെ കണ്ടപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് വന്നത്. അപ്പോൾ ഇത് അധികം എന്താ പറയുക വെറൈറ്റി കളക്ഷൻസ് ഒന്നും ആമസോണിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരൊറ്റ സംഭവമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അതങ്ങോട്ട് വാങ്ങി. അതിപ്പോൾ അതിൻ്റെ ചെറിയൊരു പോസ്റ്റർ ഉള്ള പോലെയാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന്. അതിൽ കുറച്ച് നറോട്ടോ തീമുള്ള ആൾക്കാരോ അങ്ങനെ എന്തൊക്കെയോ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് പിന്നെ ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ടുള്ള ഒരു പോസ്റ്ററാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് വെച്ച് ഞാൻ ഒട്ടിക്കുകയാണ് ചെയ്തത്. എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റ് തീമാണ് കേട്ടോ. വലിയ സംഭവമായിട്ട് ഞാൻ മെനക്കെട്ടില്ല, കാരണം കുറേ മെനക്കെട്ട് അത്രത്തോളം നമ്മൾ ഈവനിങ് ആകുമ്പോൾ നമ്മളെ എനർജി കുറയും. അതുകൊണ്ട് ഞാൻ ഓവർ മെനക്കെട്ടില്ല. ഇവർക്ക് എന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മതി, അപ്പോൾ തന്നെ അവർ ഹാപ്പി ആവും കേട്ടോ. മെയിൻലി ഇവരെ ഫ്രണ്ട്സ് വരുന്നതും ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെയാണ് കൂടുതൽ എന്താ പറയുക അവർ സന്തോഷിക്കുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മളിത് കുറേ മെനക്കെട്ട് കുറേ ചെയ്ത് ഇത് പിന്നെ നമ്മൾ തന്നെ അഴിച്ചു മാറ്റണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തോളൂ. പിന്നെ ഞാൻ ലിവിങ് റൂമിൽ ഇങ്ങനെ ഗ്രാമഫോൺ ഡെക്കറേറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു എന്താ പറയുക ചെറിയ ടേബിളാണ് കേട്ടോ. ഇതാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എടുക്കൽ. അപ്പോൾ അത് അവിടുന്ന് വലിച്ച് മാറ്റി കൊണ്ടുവരാണ് കേട്ടോ. കുറച്ച് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ക്ഷീണിച്ചു. അപ്പോൾ ബാക്കി ചന്തുവാണ് കേട്ടോ കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് ഒരു ഓറഞ്ച് ടേബിൾ ക്ലോത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് 2 ദിവസമായെങ്കിലും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ പേടിയായത് ഓക്കെ അല്ലേ, അതന്നെയല്ലേ വന്നത്, എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ലൊരു കളർ കേട്ടോ, നല്ലൊരു ഓറഞ്ച് കളറ് ടേബിൾ ക്ലോത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നി. പക്ഷേ വെച്ച് നോക്കിയപ്പോൾ ആ ടേബിളിന് ഓക്കെ ആയിട്ടുള്ള ഒരു ടേബിൾ ക്ലോത്ത് ആയിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു സംഭവമായിരുന്നു, നല്ല കളറുമില്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എന്താ പറയുക ഈ ഒരു തീമിന് മാച്ചായിട്ടുള്ള കളർ അങ്ങനെ നോക്കി വാങ്ങിയതാണ് കേട്ടോ. ബ്ലാക്ക് ആയാലും മതിയായിരുന്നു, പിന്നെ ഓറഞ്ച് അങ്ങനെ അതിൽ കണ്ടപ്പോൾ അങ്ങനെ അങ്ങോട്ട് വാങ്ങിയതാണ്.
അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി ബലൂൺസും വെച്ചു. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഡെക്കറേഷൻ. അപ്പോൾ അതൊക്കെ ആയപ്പോഴത്തേന് പുറത്ത് നല്ല ചൂടും അല്ലേ, നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി കുറച്ച് ഉള്ളിൽ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. അവർ എന്താ പറയുക, ഗിഫ്റ്റ് ഒന്ന് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ മുമ്പ് ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷായി വന്നാൽ എൻ്റെ പകുതി പണി കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഒക്കെ ആണ് കേട്ടോ. അവൾ ട്രാൻസ്ഫോർമേഷൻ ആവണില്ല, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ച് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സമാധാനം കേട്ടോ. നമ്മൾ നല്ല വൃത്തിയിൽ നടക്കുമ്പോൾ ബാക്കി ആര് വന്നാലും എന്തെങ്കിലും ആയാലും നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇത് നമ്മളിങ്ങനെ എന്താ പറയുക, വിയർപ്പൊക്കെ സ്മെല്ല് ചെയ്ത് ആര് വന്നാലും നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ലല്ലോ അവരോട് സംസാരിക്കാനും. നമ്മൾ സ്മെല്ല് ചെയ്യുന്നുണ്ടോ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കുളിച്ച് നല്ല വൃത്തിയായിട്ട് വന്നാൽ പിന്നെ ബാക്കി വലിയ ക്ലീനിങ് പരിപാടിയൊന്നുമില്ല. അങ്ങനെ അടുക്കി പെറുക്കാനും ഒക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ ചേച്ചി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് കുളിച്ച് വന്ന് അപ്പം മക്കളെ ഒന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി. സംഭവമായിട്ട് ഫുൾ ഡ്രസ്സ് മാറിയിട്ടില്ല. അവർ എന്താ പറയുക, നേരത്തെ ഡ്രസ്സ് മാറ്റി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചാൽ അവർ മേലിൽ എന്തെങ്കിലും ആക്കും, പിന്നെ അടുത്ത ഡ്രസ്സ് തരേണ്ടി വരും. അതുകൊണ്ട് തന്നെ നോർമൽ ഒരു ടീഷർട്ടും ട്രൗസറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ഇപ്പോൾ അവരെ ഫ്രണ്ട്സിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. അവർ സ്കൂളിലത്തെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാടല്ല, മൂത്ത ആളാണ് 2 ആളെ വിളിച്ചിട്ടുണ്ട്. ചെറിയ ആൾ ഓൾറെഡി ഒരാളെ വിളിച്ചിട്ടുള്ളൂ. അത് ഓൾറെഡി സുജിൻ്റെ ഫ്രണ്ടിൻ്റെ മോനുമാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അറിയാം. അങ്ങനെയൊക്കെയാണ് വിളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവരൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അവർ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയിട്ടുള്ളത്. അത്യാവശ്യം മെനു ഉണ്ട് കേട്ടോ. അങ്ങനെ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതൊക്കെ ഇങ്ങനെ എത്തിയപ്പോഴേക്ക് ഇതാ എന്താ പറയുക, താത്തൻ്റെ ഹസ്ബൻഡും ചെറിയ മോളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആളെയാക്കിയ മോളും വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ എൻ്റെ മക്കളില്ലല്ലോ, ഇവളെ കാണാൻ മക്കളില്ലല്ലോ. അപ്പോൾ അവരില്ലാത്തതുകൊണ്ട് നമുക്ക് വന്നിട്ട് എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ നിന്നപ്പോഴേക്കും മക്കളൊക്കെ അങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ അവളും ഓക്കെ ആയി, അവൾക്ക് സന്തോഷമായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതാ മക്കൾക്ക് എല്ലാവർക്കും വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഫുഡിന് ശേഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഫലൂഡ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ ഫലൂഡയും പിന്നെ പുഡിങ് പോലെ, എന്താ പറയുക, പുഡിങ് അല്ല, ഒരു മാംഗോ ചീസ് ആ ഒരു സംഭവമുള്ള എന്തോ ഒരു സാധനം, അതിൻ്റെ പേരെന്താ കറക്റ്റ് എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. അപ്പോൾ അത് രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴാണ് സുജി ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാക്കി വെക്കുകയാണ് ഇപ്പോഴത്തെ ജോലി, കണ്ടില്ലേ. അതിൽ കുറേ ഐസ് ക്യൂബ്സ്, എന്തെങ്കിലുമൊക്കെ വെള്ളം കലക്കുമ്പോൾ പെട്ടെന്ന് ഐസ് ഇല്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം ഐസ് ക്യൂബും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥലം മാറ്റിയിട്ടാണ് ഈ ഫലൂഡ അതിൻ്റെ ഉള്ളിൽ കുത്തി നിറക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞൊരു പുഡിങ് ഉണ്ട് എന്നുള്ളത്, അതിൽ പിന്നെ ഇതിൽ കൊള്ളാത്തതുകൊണ്ട് ഞങ്ങളൊരു പഴയ ഫ്രിഡ്ജുണ്ട് അപ്പുറത്തെ അടുക്കളയിൽ, അതിൻ്റെ ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ പാത്രം, ഇത് കൊണ്ടുവന്ന പാത്രം അയാൾക്ക് തിരിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി പോയതാണ് ഞാൻ. അപ്പോഴേക്കും ഇതാ ഇവളിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഗിഫ്റ്റുകളൊക്കെ പാക്ക് ചെയ്യാണ്ടായിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ പാക്ക് ചെയ്തു കേട്ടോ. അതൊന്നും കാണിക്കാൻ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയ ഒരു സമയം കിട്ടിയില്ല. കാരണം ഇവരൊക്കെ വരുന്നതിൻ്റെ മുന്നേ, മക്കൾ തിരിച്ച് വരുന്നതിൻ്റെ മുന്നേ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടോ അതിൻ്റെ ഇടയിൽ. പിന്നെ മക്കൾ വന്നപ്പോൾ ഞാൻ എല്ലാവർക്കും മക്കൾക്കൊക്കെ കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരൊന്ന് ഹാപ്പിയാക്കി ആ റൂമിൽ ഇരുത്തിയിട്ടോ. ഇങ്ങനെ ഓടിപ്പടഞ്ഞ് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മുറ്റത്ത് ഫുൾ കളിയായിരുന്നു. അങ്ങനെ മക്കളായിട്ടുള്ള അടിപൊളിയായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അവർ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ സ്കൂളിലെ ഫ്രണ്ട്സുകൾ അധികം നമ്മൾ വീട്ടിലേക്ക് അങ്ങനെ വരാറില്ലല്ലോ. അപ്പോൾ അവരൊക്കെ അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ ഇവരിഞ്ഞ് നെക്സ്റ്റ് ഇയർ സ്കൂള് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം അവർക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ട് വീട്ടിലേക്ക് മക്കളെയൊക്കെ വിളിച്ചു വരുന്നത്, അവരെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ എൻ്റെ ഉമ്മയും എൻ്റെ ഇക്കാക്കൻ്റെ വൈഫും മോനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയാം ഇത്ര ലേറ്റായി, കുറച്ച് നേരത്തെ വരണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഗിഫ്റ്റ് വാങ്ങാൻ പോയപ്പോൾ അങ്ങനെ ലേറ്റ് ആയതാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ നീനൂട്ടിനോട്, അതായത് എൻ്റെ താത്താൻ്റെ മോളാണ് കേട്ടോ,
അപ്പോൾ അവളോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് തന്നൂടെ നിനക്ക്, നീ ഇങ്ങനെ ഇരിക്കാണ്ട്, എനിക്ക് വീഡിയോ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൾ ഓരോന്നിങ്ങനെ വീഡിയോ എടുത്ത് തരികയാണ് കേട്ടോ. അപ്പോൾ അതാണ് കേക്ക് കേട്ടോ. ആര്യ എന്ന് പറഞ്ഞിട്ട് നെറോട്ടോ തീമിലാണ് കേക്ക് സെറ്റാക്കിയിട്ടുള്ളത്. ഞാനിത് പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത ഒരു ഇതാണ് കേട്ടോ. എനിക്ക് ഈ നെറോട്ടോ എന്താണെന്നൊന്നും അറിയാത്തതുകൊണ്ട് എന്താ സംഭവം ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇവനോട് ചോദിച്ചപ്പോൾ നെറോട്ടോ എന്നും പറഞ്ഞു ചെയ്തു. പിന്നെ അവനെല്ലാം സർപ്രൈസായിട്ട് നമ്മൾ ചെയ്യും വേണമല്ലോ. അപ്പോൾ അങ്ങനെ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത ഒരു ഫോട്ടോ അനുസരിച്ച് ഉണ്ടാക്കിയൊരു കേക്കാണ്. അതേപോലെ തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ പുഡിങ് കേട്ടോ. ഇത് ഈ ഒരു ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അത്യാവശ്യം പുഡിങ് ഉണ്ട്. അപ്പോൾ അതും ഉണ്ട്. പിന്നെ ഫ്രൂട്ട് സലാഡ്, പിന്നെ ഫ്രണ്ട്സിന്, സുജിൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ കൊക്കക്കോള, അങ്ങനെയൊക്കെ ഓരോന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് ഫുഡ്. ഇതാണ് ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ട്. പിന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് ചോക്ലേറ്റ്സ് അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ, മക്കൾ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് ചിക്കൻ ഡ്രൈ ഫ്രൈ, ചിക്കൻ ഫ്രൈ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ ഓരോന്ന് എടുത്ത് ഇങ്ങനെ തിന്നിക്കൊണ്ട് നടക്കണം കേട്ടോ. നല്ല വിശക്കുന്നുണ്ട്. പിന്നെ ഇത് വീറ്റ് പൊറോട്ട ആണ്. പിന്നെ ഇത് നെയ്പ്പത്തലില്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് ചിക്കൻ സ്റ്റൂ, നല്ല സ്മെല്ലാണ് കേട്ടോ എല്ലാം കൂടിയായിട്ട്. ഇത് ഇന്നലത്തെ ചോറും എന്താ പറയുക ഇതുമാണ് കേട്ടോ, കറിയാണ്. പിന്നെ വീണ്ടും കുറച്ചും കൂടി ചിക്കൻ പൊരിച്ചിട്ടുണ്ട്. ഇത് ഫിഷ് തവ ആണ് കേട്ടോ. നല്ല കോക്കനട്ട് ചെത്തി ഇട്ടിട്ട് നല്ല മണമായിരുന്നു കേട്ടോ. പിന്നെ ഇത് പ്രോൺസ് മാംഗോ കറി, അടിപൊളി കറിയായിരുന്നു കേട്ടോ. എല്ലാം സാഗറിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എല്ലാം അടിപൊളിയാണ്. പിന്നെ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ബീഫ് ബിരിയാണി. അപ്പോൾ അതിലേക്കുള്ള അച്ചാറ്, തൈര്, ചമ്മന്തിയൊക്കെയാണ് അതുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇതിൽ കാണിക്കാത്തത് പത്തിരിയും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ പത്തിരി ഉണ്ട്, ഇതിൽ കാണിക്കാൻ അവൾ വിട്ടുപോയതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അവർ കൊണ്ടുവന്ന പാത്രങ്ങളിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പാത്രം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിറ്റേന്ന് വരെ പാത്രമൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ സാഗർന്ന ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പോയതാണ്. നാളെ പാത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത ഗിഫ്റ്റുകളും എന്താ പറയുക, ബാക്കിയുള്ളവർ കൊണ്ടുവന്ന ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി പുറത്തൊരു ടേബിള് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഗിഫ്റ്റുകളൊക്കെ വെക്കാമെന്നാണ് വിചാരിക്കണത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും വന്ന് ഇപ്പോൾ ഇങ്ങനെ വർത്തമാനം പറയാൻ ഇരുന്നതാണ് കേട്ടോ കുറച്ച് നേരം. അപ്പോൾ ഇപ്പം എൻ്റെ കാക്ക പറഞ്ഞത് ഒന്നുമില്ല കേട്ടോ, വെറുതെ ഓരോന്ന് പറയാണ്. അതായത് ഞാൻ എന്തായാലും വോയിസ് ഓവർ ചെയ്യുമല്ലോ, അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിക്കണ പോലെ തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവന് എങ്ങനെ വെറുതെ ചുണ്ടനക്കുന്നുള്ളൂ കേട്ടോ, ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്നെ പറ്റിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞ് ഓരോ കാര്യം ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി വരാനുള്ള എൻ്റെ താത്താൻ്റെ മൂത്ത മോള് ഹണിയും അവൻ്റെ ഹസ്ബൻഡും മോനുമാണ് കേട്ടോ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇപ്പം എത്തും എന്ന് പറഞ്ഞാൽ കുറേ നേരമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടല്ലോ, അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്ന അവർക്ക് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കേക്കൊക്കെ കൊണ്ടുപോയി മുറ്റത്ത് സെറ്റാക്കി. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വേറെ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ബേക്കേഴ്സ് ആൻഡ് കോന്ന് ഹാപ്പി ബർത്ത്ഡേ ആര്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് വന്നു. ഇത് ആദ്യം എനിക്ക് ഇത് ആര് തന്നതാണെന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് സുജീൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫാണ്. ഞാൻ ഓൾറെഡി അവരൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അബി എന്ന് പറഞ്ഞിട്ട്, അഭിരാമി എന്നാണ് പേര്. അപ്പോൾ അവൾ ഇവനെ അയച്ച ഗിഫ്റ്റാണ് കേട്ടോ. ഇത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് അവൾ അയച്ചതാന്നുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്തില്ല, ഇത് അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. നാളെ കട്ട് ചെയ്യാം, എന്തായാലും മക്കൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഓരോന്ന് കഴിക്കാൻ വേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈമിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് അപ്പം തന്നെ നല്ലൊരു നീറ്റ് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് പിറ്റേന്ന് എടുത്ത് കഴിച്ചപ്പോഴോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ നാളെ വരുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, മക്കളൊക്കെ ഫുൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഞാനതൊക്കെ എടുത്ത് വെച്ച്, ഇവൻ എൻ്റെ അടുത്തേക്ക് അങ്ങനെ വരികയില്ല കേട്ടോ. ഇവനിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കണം. എൻ്റെ ബ്രദറിൻ്റെ മോനാണ്. അപ്പോൾ ഇവനെ വല്ലപ്പോഴും അന്ന് എടുക്കാൻ കിട്ടും, അവൻ സമ്മതിക്കട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ അവനെടുത്ത് കുറച്ച് നേരം ഇങ്ങനെ നടന്നു. പിന്നെ 6 മണിക്കായിരുന്നു നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആവാറായി. എന്താ പറയുക, സിസ്റ്റർ മോളെയാണല്ലോ വെയിറ്റ് ചെയ്യണത്. അപ്പോൾ അവൾ വന്നു എന്നിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അവസാനം അവൾ വന്നു ജസ്റ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും അവരെയാണ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ ഇവിടെ എത്താനായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്തത്.
അത് അല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഒരു കേക്ക് കട്ട് ചെയ്തോന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എത്താനായി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും അവർ വന്നുകൊണ്ട് പിന്നെ വേഗം കേക്ക് കട്ടിങ്ങിനുള്ള പുറപ്പാടായിരുന്നു. കാരണം വേഗം പോകേണ്ടവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് ഫുഡും കൂടി കൊടുത്താൽ പോകേണ്ടവർക്കൊക്കെ പോവാം. അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അവർ വന്ന് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. പിന്നെ ആ ഒരു ടൈം ആയപ്പോഴേക്കും നെയ്ബേഴ്സായിട്ടുള്ളവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, രണ്ടാൾക്കാർ. ഒരു ഏട്ടനും അനിയനാണ്, അവരും വന്നു. അപ്പോൾ അവർ ജസ്റ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വിഷയൊക്കെ പറയാണ്. പിന്നെ അവരെയൊക്കെ കൂട്ടിപ്പിടിച്ച് കേക്ക് കട്ട് ചെയ്യിപ്പിക്കണ്ടേ ഒരാൾ, അതായത് മക്കളൊന്നായിട്ട് നിന്നിട്ട് കേക്ക് കട്ട് ചെയ്തോട്ടെ എന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഒരാളെ പിടിച്ച് നോക്കുമ്പോൾ ഒരാൾ അങ്ങോട്ടേക്ക് പോകും, ഒരാളെ പിടിച്ചിട്ടുണ്ടാകുമ്പോൾ മറ്റേ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ഇവരെല്ലാവരും കൂടി പിടിച്ച് ഒരുമിച്ച് കൂട്ടി അതായത് കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. എല്ലാവർക്കും ഓരോ പീസ് വായിൽ വെച്ചെടുക്ക്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്വർണ്ണമോതിരം ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ മോതിരമൊക്കെ ഇങ്ങനെ ഇട്ട് നടക്കും കേട്ടോ. ഞാൻ ഇവരൊക്കെ ഏകദേശം ഒരേ സൈസാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അളവെടുത്തപ്പോൾ ഞാൻ അങ്ങനെ അളവെടുത്ത ആ നൂലും ഇതൊക്കെ ഞാൻ കൊടുക്കുന്നത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അളവൊക്കെ കറക്റ്റ് ആയിരിക്കുന്നതാണ് വിചാരിച്ചത്. അപ്പോൾ സുജി നോക്കുമ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ നല്ലൊരു മോതിരമൊന്നും അങ്ങനെ വിചാരിച്ച രീതിയിലുള്ള മോതിരമൊന്നും കാണാനായിട്ട്, നമ്മൾ ഇഷ്ടമുള്ള മോതിരമൊക്കെ നോക്കുമ്പോഴേക്കും അത് മേക്ക് ചെയ്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കൂലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സുജി നല്ലൊരു കൈച്ചേൻ കണ്ടപ്പോൾ അതാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ രണ്ടാൾക്കും കൈച്ചേനും പിന്നെ അവിടെ രണ്ടാൾക്കും ഓരോ മോതിരവും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് അവർ ഇട്ടെങ്കിലും കഴിച്ചതിന് ഓക്കെയാണ്, പക്ഷേ മോതിരം അവർക്ക് 2 പേർക്കും ടൈറ്റ് ഉണ്ടോ ഇടാം, പക്ഷെ ടൈറ്റാണ്, കറക്റ്റ് ഫിറ്റ് എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ്. അപ്പോൾ ബർത്ത്ഡേ ബോയ്ക്ക് പിന്നെയും ഇടാം കറക്റ്റ്, അങ്ങനെ ഒരു ജസ്റ്റ് കറക്റ്റാണ്. പക്ഷേ റെയ്നുവിൻ്റെത് ഇടാൻ പറ്റിയെങ്കിലും പിന്നെ ഊരാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ അങ്ങോട്ട് കുടുങ്ങിപ്പോയി. പിന്നെ കുറേ മെനക്കെട്ടിട്ട് അതായത് താത്തൻ്റെ ഹസ്ബൻഡ് അളിയാക്കൊക്കെ നൂലുകൊണ്ട് ഇട്ട് ഊരിയിട്ട് എങ്ങനെയൊക്കെയോ ആണ് ഊരിയതൊക്കെ. അപ്പോൾ എന്താ പറയുക, പെട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവരെ 2 പേരെ മോതിരം എനിക്ക് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ എന്താക്കി, നിങ്ങൾക്ക് വേറെ മോതിരം വാങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ അങ്ങോട്ട് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരു മോതിരം രണ്ട് ടൈപ്പ് മോതിരമായിരുന്നു, രണ്ടാൾക്കും ഒരേപോലെ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ അതിലൊരു മോതിരം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് ശരിക്കും എനിക്ക് വേണ്ടിയിട്ട് എടുത്തു കേട്ടോ സത്യമായിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അതൊക്കെ ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്
ഞാനവിടെ കേക്ക് എല്ലാവർക്കും ഓരോ ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് വാങ്ങിക്കായിരുന്നു കേട്ടോ. കാരണം നമ്മളിപ്പോൾ പ്ലേറ്റ്സൊക്കെ കഴുകി മടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റ്സിൻ്റെ മൈൻഡ് ഓർമ്മ വരാത്തതുകൊണ്ട് ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അതൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണവരൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റാക്കി കേട്ടോ. പിന്നെ ഈ ഒരു ഗോൾഡിന് പുറമെ സുജി ഇവന് എന്താ പറയുക പ്ലേ സ്റ്റേഷനും വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ പറയും എന്തിനാണ് ഇപ്പോൾ പ്ലേ സ്റ്റേഷനൊക്കെ വാങ്ങി കൊടുത്തത്, ഇനിയിപ്പോൾ ഗെയിം തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അവർ കുറേ കാലമായി ചോദിച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുജി അത് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ സമയത്തൊന്നും അവർ കണ്ടില്ല കേട്ടോ. ഞാൻ ഗിഫ്റ്റ് പേപ്പർ വെച്ച് പൊതിഞ്ഞതുകൊണ്ട് അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അത് എന്താണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ പിന്നെ ഒരു കുഞ്ഞി ക്യാമറ പോലെയുള്ള ഒരു അങ്ങനെ ടോയ് ക്യാമറ പോലെ അങ്ങനെയുള്ളൊരു അത് വേറെ സെപ്പറേറ്റ് ഞാനായിട്ട് ഇങ്ങനെ ചെറിയൊരു സാധനം ഇവർക്ക് ഇത്രയും വലിയ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഞാനും ഇനി അങ്ങനെ വലിയ സാധനങ്ങൾ വാങ്ങി കൊടുക്കേണ്ട വെച്ചിട്ട് ചെറിയൊരു സാധനം അവർക്ക് ഇങ്ങനെ കളിച്ചിട്ട് ഇവരെന്ത് സാധനം പെട്ടെന്ന് കേടുവരും ചെയ്യും. അപ്പോൾ പിന്നെ ആ ഒരു ഇതിനുള്ള ഒരു കുഞ്ഞു സാധനം വാങ്ങിക്കൊടുത്തു. പിന്നെ നമ്മൾ ഫാമിലിയിലുള്ള എല്ലാവരും ഇവർ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുമ്പോൾ രണ്ടാൾക്കും ഗിഫ്റ്റൊക്കെ രണ്ടാൾക്കും ഉള്ളത് എങ്ങനെയെങ്കിലും ഒപ്പിക്കും കേട്ടോ. ഇപ്പോൾ ഉമ്മ വാങ്ങിക്കൊടുത്ത് രണ്ടാൾ ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂട്ടർ. പിന്നെ മൂത്താൾക്ക് അത് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ പിന്നെ എന്താ പറയുക സിസ്റ്റർ മോളും ഹസ്ബൻഡൊക്കെ വന്നപ്പോൾ രണ്ടാൾക്കും വാച്ച് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്, ഒരാൾക്ക് മാത്രമല്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും രണ്ടാൾക്കും ഉള്ള ഇപ്പോൾ ബ്രദറാണെങ്കിലും രണ്ടാൾക്കും ഷർട്ടൊക്കെ ആണ് വാങ്ങിക്കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ രണ്ടാൾക്കും വാങ്ങിക്കൊണ്ടുവരും. അതുകൊണ്ട് പിന്നെ അവർ തമ്മിലൊരു മസിൽ പിടുത്തം അവിടെ ഉണ്ടാവില്ല കേട്ടോ. രണ്ടാൾക്കും എന്തെങ്കിലും കിട്ടും എന്നുള്ളത് അവർക്കറിയാം. അങ്ങനെ ഇപ്പോഴും ഓരോ ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിചാരിക്കാതെ ഒരു വലിയ പരിപാടി ആയിപ്പോയതാണ്. ആര്യൻ്റെ ഒരു എന്താ പറയുക ഒരു നിർബന്ധമായിരുന്നു ഇന്ന ആൾക്കാരെ വിളിക്കണം അങ്ങനെ. അതുകൊണ്ട് അവന് ഇഷ്ടമുള്ള പോലെ തന്നെ അങ്ങനെ പരിപാടികളൊക്കെ നടന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേഗം അകത്തേക്ക് കയറി. കാരണം എന്താ പറയുക ചിലർക്കൊക്കെ പോകണം എന്നുള്ള ധൃതിയുള്ളവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെവർക്കും പിന്നെ മക്കൾക്കും ഞാൻ ആദ്യം തന്നെ ഫുഡൊക്കെ കൊടുത്തു ഒന്ന് സെറ്റിലാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫുഡ് ഒക്കെ ഓരോ കാസറോളായതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ എടുത്ത് പുറത്തേക്കൊന്നും വേറെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോന്നും അന്നേരം എടുത്തിട്ട് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചൂടാറി പോകണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പത്തലും പൊറോട്ടയൊക്കെ പത്തിരി അങ്ങനെ ഓരോ പ്ലേറ്റിൽ വെച്ചിട്ട് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നീനൂട്ടിൻ്റെ അടുത്ത് ക്യാമറ കൊടുത്തതായിരുന്നു, എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് അവസാനം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒറ്റ വീഡിയോ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഏൽപ്പിച്ചതാണ് കേട്ടോ ക്യാമറ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായി. അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ടേക്ക് പോയത് എന്തിനാണെന്നറിയോ, അവിടെ മൊത്തം ബഹളമായി. ഈ മക്കൾ കൂടിയാൽ പിന്നെ പറയണ്ടല്ലോ, അത് ഇത്രയും മക്കളുണ്ടാകുമ്പോൾ ഫുൾ അവിടെ കച്ചറയും ഗുലുമാലും വാതിൽ ഇങ്ങോട്ട് അടക്കലും. അപ്പോൾ ഒന്ന് പോയിട്ട് എല്ലാവരും ഭീഷണിപ്പെടുത്തിയിട്ട് വാതിൽമ കളിക്കരുത്, കൈ കുടുങ്ങി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ചീത്തയും കച്ചറ ഉണ്ടാക്കിയവർക്ക് രണ്ട് ചീത്തയും സെറ്റാക്കി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ മക്കളെയൊക്കെ പോണ്ടവരൊക്കെ വിളിച്ചിരുത്തി ഫുഡൊക്കെ കഴിപ്പിച്ച് അവരെ വിട്ടതിന് ശേഷം പിന്നെ മക്കളെ പിടിച്ചിരുത്തി കേട്ടോ. എന്നാൽ പിന്നെ മക്കൾ വിശപ്പ് മാറിയ പിന്നെ മക്കൾ വെറുതെ അലമ്പാക്കി നടക്കൂലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് സമാധാനമാക്കി അവരൊരു ഭാഗത്തിരുത്തി കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ദൂരെ നിന്നുള്ള മക്കളാണ് വേറെ ഉള്ളത്. അപ്പോൾ അവരൊക്കെ എന്നാൽ വേഗം തന്നെ കൊണ്ടാക്കി കൊടുക്കുകയും ചെയ്യാമല്ലോ അത് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഉള്ള അളയാക്കാനെയും പിന്നെ സിസ്റ്റർ മോളെ ഹസ്ബൻഡിനെയും എൻ്റെ കാക്കാരെയും അവരെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ പിടിച്ചിരുത്തിയിട്ട് അവർക്കുള്ള ഫുഡ് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ എല്ലാവർക്കും റിട്ടേൺ ഗിഫ്റ്റാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ മക്കൾക്കൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് റിട്ടേൺ ഗിഫ്റ്റ് സെറ്റാക്കിയത്. ഒരു സ്പീക്കറാണ് കേട്ടോ. അപ്പം അവർക്ക് സ്പീക്കറുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക വോയിസ് അല്ലേ ഭയങ്കര ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റാക്കിയതായിരുന്നു.
ഇവിടെ ഇപ്പോൾ എന്താ ഈ വാങ്ങണ സമയത്ത് തന്നെ മക്കളൊക്കെ ഭയങ്കര കളിയാണ് കേട്ടോ. കണ്ടില്ല സൈക്കിളും പിടിച്ച് വരുന്നതൊക്കെ അടിപൊളിയായിട്ട് കളിക്കുകയാണ് കേട്ടോ. അതിനൊരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ ഇതാ എല്ലാവർക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്ത് മക്കൾ ഇത് ആദ്യം പറഞ്ഞു പൊളിക്കണില്ല, വീടെത്തിയിട്ട് പൊളിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് എന്താ പറയുക, ഇപ്പം തന്നെ പൊളിക്കട്ടെ ചോദിച്ചത്. അപ്പോൾ നിങ്ങളെ ഗിഫ്റ്റ് അല്ലേ, നിങ്ങൾ പൊളിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു സൈഡിലിരുന്ന് പൊളിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. പിന്നെ ഇവർ രണ്ടാളും ഒരേ വീട്ടിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ടാണ് അപ്പോൾ സ്പീക്കർ 2 കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് രണ്ടാവർക്കും കൂടിയിട്ട് ഒന്ന് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് സുജീൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അവനും ഒന്ന് കൊടുത്ത്, അങ്ങനെ റിട്ടേൺ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്ത്, പിന്നെ വരാൻ കഴിയാത്ത മക്കൾക്ക് ഉള്ളത് കൊടുത്തയക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ മക്കളെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യാൻ എനിക്ക് ബിസിയാണ്. സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാനും ഡ്രോപ്പ് ചെയ്യാനൊപ്പം മക്കളൊപ്പം പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് കുറച്ചും കൂടി ഗസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് മമ്മീനെയാണ് കേട്ടോ വിട്ടിട്ടുണ്ടായിരുന്നത്. മമ്മിയും മക്കളും കൂടെ പോയിട്ട് എല്ലാവരും അവരവരെ വീട്ടിലാക്കി ഉത്തരവാദിത്തത്തോടെ ആക്കണമല്ലോ, കാരണം രാത്രി ആയല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ആക്കിട്ടോ. അങ്ങനെ ഇതാ അപ്പോൾ ഇവിടെ ഗിഫ്റ്റ് അൺബോക്സിങ് ടൈമാണ്. ഗിഫ്റ്റ് പൊളിക്കാണ്ട് ഒരു സമാധാനം തരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഗിഫ്റ്റ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ബ്രദർ അവന് ഷർട്ട് വാങ്ങിക്കൊടുത്തതാണ്. അത് മൂത്ത ആൾക്കും ഉണ്ട്. അപ്പോൾ അതൊന്നും പൊളിച്ചു നോക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, കുറേ ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ പൊളിച്ച് നോക്കുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ അവന് ഷർട്ട്. പിന്നെ ഒരു പാൻസും കൂടെ ഉണ്ടായിരുന്നു ഒപ്പം. അത് എന്താ പറയുക, ഈ വീഡിയോയിൽ എടുത്തത് കാണുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്ന് കഴിയുമ്പോഴത്തേന് അടുത്ത ഗിഫ്റ്റ് ആയിട്ടിട്ട് അവൻ വരികയാണ്. ഇത് സുജീൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പെട്ടിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. 2 ടൈപ്പ് കാർ, എനിക്ക് തോന്നുന്നു 2 ആൾക്കും വാങ്ങിയതാണെന്ന്. പിന്നെ വേറെ എന്തൊക്കെയോ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കളിക്കാൻ പറ്റിയ ടൈപ്പിൽ വേറെ 2 ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഗിഫ്റ്റ് കണ്ടപ്പോൾ ഓൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ നമ്മൾ ഒന്നല്ല പ്രതീക്ഷിക്കുകയുള്ളൂ, അത് ഒന്നിൽ തന്നെ കുറേ എണ്ണം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ താങ്ക് യു ദിലീപ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ദിലീപ് ബ്രോ പറയുന്നത് സുജിൻ്റെ ഫ്രണ്ടിനെയാണ് പറയണത്. അപ്പോൾ കുറേ സാധനങ്ങൾ കേട്ടോ. പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ ഫിറ്റാക്കി കളിക്കാൻ പറ്റുന്ന അങ്ങനെ എന്തൊക്കെയോ ആണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒന്ന് പോയാൽ പിന്നെ അത് പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ തന്നെ വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു വെച്ചു. പിന്നെ ഇതാണ് ഞാൻ കൊടുത്തത് കേട്ടോ, ഒരു കുഞ്ഞി ക്യാമറ, ടോയ് ക്യാമറ കേട്ടോ. അങ്ങനെ അവർക്ക് നല്ലത് വേറെ ഉണ്ട്, എന്നാൽ കൂടി ഇതൊരു രസം, ഒരു ഫണ്ണായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് എന്താ പറയുക, നല്ല കളർഫുള്ളായിട്ട് കാണുമ്പോൾ അവർക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കൊടുത്തതായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇത് ഇഷ്ടമായും ചെയ്തു കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെറും 600 രൂപയുള്ളൂ കേട്ടോ. പക്ഷെ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അടുത്ത ഗിഫ്റ്റ് അവൻ്റെ ബോക്സിങ് സാറ് കൊടുത്തതാണ് കേട്ടോ. അവൻ ബോക്സിങ് സാറൊക്കെ അവൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ ബോക്സിങ് സാർ എന്താ കൊടുക്കുക, ഒബ്വിയസ്ലി ബോക്സിങ് ഗ്ലൗസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷ തന്നെയായിരുന്നു കേട്ടോ, അതുതന്നെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഉള്ളത് ഉമ്മ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉമ്മാനെ തന്നെ അവൻ വിളിക്കുകയാണ്, ഉമ്മ അങ്ങളും കൂടി വരി, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പൊളിക്കാൻ പറഞ്ഞിട്ട് അവൻ തന്നെ വിളിക്കുകയാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഉത്തരവാദിത്തമൊക്കെ വന്ന ആളെപ്പോലെ. അങ്ങനെ അവർ രണ്ടുപേരും അത് രണ്ടും ഒരേ സ്വഭാവമുള്ള ആൾക്കാരാട്ടോ. ഇപ്പുറത്താണ് പൊളിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അവർ കുറേ പൊളിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത് ഇപ്പുറത്ത് കൂടെ എടുക്കാം ഗിഫ്റ്റ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയത്. പിന്നെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ബൈക്ക് പോലെയുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞപ്പോൾ ഉമ്മാക്കും ഭയങ്കര സന്തോഷമായി. അതിങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് താത്ത കൊടുത്തതാണ്. എന്താ പറയുക, ഒരു നമ്മൾ ഈ റൂമിലൊക്കെ നമ്മൾ കിടക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഓണാക്കി വെച്ചാൽ സ്റ്റാർസും മൂൺസൊക്കെ ഇങ്ങനെ കാണാം, പല കളറിലായിട്ട് ഇങ്ങനെ അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് താത്ത വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഇത് വാച്ചാണ് കേട്ടോ, താത്താൻ്റെ മോള് അൻസാറും കൂടി വാങ്ങിക്കൊടുത്തത്. 2 ഉണ്ട്, മറ്റേത് പിന്നെ മൂത്ത ആളുടെ ആണല്ലോ, അപ്പോൾ അത് പിന്നെ പൊളിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചതാണ്. ഇത് ബ്ലാക്കും റെഡും കൂടെ ഉള്ളത്, മൂത്ത ആളുടെ ഒരു ബ്ലാക്കും യെല്ലോയും കൂടെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒന്നും കൂടി പൊളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, സുജീൻ്റെ അനിയൻ്റെ വൈഫ് കൊടുത്തതാണ് കേട്ടോ. കുറച്ച് ബുക്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതും കൂടി പൊളിച്ചപ്പോൾ ഞാൻ നിർത്താൻ പറഞ്ഞു. അങ്ങനെ കുറേ നേരം ഈ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുഴുവൻ പൊളിക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പൊളിക്കുക, അപ്പോൾ എല്ലാവരും പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിടിച്ച് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ മുഴുവനൊന്നും അന്നേരം തന്നെ പൊളിച്ചില്ല, കാരണം എല്ലാം ഇങ്ങനെ എല്ലാ ടോയ്സും അലമ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്ന്, അപ്പോൾ ഞാൻ പിടിച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പോഴേക്കും ഉമ്മയും കാക്കയും നായനൊക്കെ പോവുകയാണ്. അപ്പോൾ അവർക്ക് നാളെ രാവിലെ ഒരു പരിപാടിക്ക് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓല് നേരത്തെ പോവുകയാണ്. അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര സങ്കടമുണ്ട്, കുറേ പണിയില്ല, ഇനിയൊക്കെ ഒറ്റയ്ക്ക് എടുക്കേണ്ടതൊക്കെ പറഞ്ഞപ്പോൾ താത്ത പറഞ്ഞില്ല, ഞാൻ എന്താ പറയുക ലേറ്റായിട്ടേ പോകണുള്ളൂ, ഓളെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് താത്ത ഉമ്മാനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉമ്മ പോകുന്നുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പുറത്ത് ഡൈനിങ് ഹാളിൽ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും ഫുള്ളായിട്ട് കഴിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ നോക്കുന്നുണ്ട്, ഫുഡൊക്കെ റീഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് അളിയാക്കാനെ സോപ്പ് ഇട്ടിട്ട്, അളിയാക്ക നല്ല പുഷ്പ സിനിമ കണ്ടിരിക്കുന്നുണ്ട്. അളിയാക്കൊക്കെ ഇങ്ങനെ അടിച്ചുപൊളി സിനിമയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ പോയിട്ട് ഞാൻ ഇന്ന് സിനിമയൊക്കെ കണ്ട് സാവധാനം എന്നിട്ട് കണ്ടൊക്കെ സമാധാനത്തിൽ ഉറങ്ങിക്കോളി, എന്നിട്ട് നാളെ രാവിലെ എണീച്ചിട്ട് പോയിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അളിയാക്കാനെ സോപ്പ് ഇട്ടിട്ട് ഇന്നിവിടെ നിൽക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അളിയാക്കാനും താത്താനെയൊക്കെ ആക്കിയിട്ടോ. അപ്പോൾ അങ്ങനെ താത്താക്ക് ഇഷ്ടമാണ്. അളിയാക്ക പിന്നെ പോയിട്ട് ഇന്ന് നിൽക്കണില്ല, പോവാന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ അളിയാക്കാനെ സോപ്പിട്ട് എന്തായാലും എല്ലാവരും ഇവിടെ നിൽക്കാം എന്നുള്ള രീതിയിലായിട്ടോ. താത്താൻ്റെ വലിയ മോളും ഹസ്ബൻഡൊക്കെ പോകും, താത്തയും ഇവരൊക്കെ നിൽക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് സ്ലോ ആയിട്ടോ, ക്ലീനിങ് പരിപാടിയൊക്കെ സ്ലോ ആയി. അതിൻ്റെ ഇടയിൽ ഇതാ മോള് ഹസ്ബൻഡൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിന്നോട് ഭീഷണിപ്പെടുത്തുകയാണ്, ഞാനില്ലാതെ വീഡിയോ എടുക്കരുത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു ഡാൻസ് വീഡിയോ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഓളില്ലാതെ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ 1 മണി ആയതുകൊണ്ട് ഗസ്റ്റൊക്കെ പോയപ്പോൾ സുജിൻ്റെ ഗസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് കൈകൊണ്ട് കഴുകി, ബാക്കിയുള്ളതൊക്കെ ഞാൻ ഡിഷ് വാഷറിലും വെച്ചു. പിന്നെ വലിയ പാത്രങ്ങളൊക്കെ ഞാൻ എന്താക്കി, ചേച്ചി നാളെ കഴുകിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവിടെ വെച്ച് എന്താ പറയുക, അലമാരാണ് കിച്ചണൊക്കെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടോ ഞാനും താത്തയും കൂടിയിട്ട്. പിന്നെ അവരൊക്കെ സിനിമ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടോ കിടന്നത്. ഞാനും കിടന്നപ്പോൾ 2 മണിയായിട്ടുണ്ട്. താത്തയും മക്കളൊക്കെ സിനിമ കണ്ട് ആ ഹാളിൽ തന്നെ കിടന്നുറങ്ങിട്ടോ. എൻ്റെ മക്കളും കൂടി അവരൊപ്പാണ് കിടന്നത്. ആ കിടന്നത് എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ, ചത്ത പോലെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.